Sorry ass DJ. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങൾക്കായി ഉണ്ടാക്കാൻ പോകുന്നത് ഓറിയോ ബിസ്ക്കറ്റ് കൊണ്ട് ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതിനായിട്ട് വേണ്ടത് 2 വലിയ ഓറിയോ നമ്മൾ എടുത്തിട്ടുണ്ട്. പുറമേയുള്ള ഒരു ചോക്ലേറ്റിങ്ങിൻ്റെ കോട്ടിങ്ങിന് വേണ്ടിയിട്ട് 3 ഡയറി മിൽക്ക്, ഒരു 2.5 ടീസ്പൂൺ നമ്മൾ പഞ്ചസാര എടുത്തിട്ടുണ്ട്, ഒരു 1/4 ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡ, 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ. ഇതിന് പാല് വേണം. ഇതിപ്പോൾ നമ്മൾ 1 കപ്പ് പാലെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബിസ്ക്കറ്റ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ബിസ്ക്കറ്റിൻ്റെ അകത്ത് നിന്നും നമ്മൾ ക്രീം മാറ്റി ബിസ്ക്കറ്റ് മാത്രമാക്കി എടുക്കണം. അപ്പോൾ ആ ഒരു പ്രോസസ്സാണ് ഇനി അടുത്ത് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളിവിടെ ക്രീം മാറ്റി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബിസ്ക്കറ്റ് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കണം. അപ്പോൾ നമുക്കിത് പൊടിച്ചെടുക്കാം ഫ്രണ്ട്സ്. നമ്മൾ നന്നായിട്ട് അത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ആവശ്യത്തിന് പാലും ചേർത്ത് നന്നായിട്ട് മിക്സാക്കി എടുക്കണം. നമ്മൾ പാലും ആ ബിസ്ക്കറ്റിൻ്റെ പൊടിയും ചേർത്ത് നമ്മൾ മിക്സിയിലിട്ട് ഒന്നുകൂടി അടിച്ചെടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷുഗർ സിറപ്പ് ഉണ്ടാക്കണം. അപ്പോൾ അതിനുള്ള ഇതാണ്. ഫ്രണ്ട്സ്, നമുക്ക് ഈ നേരത്തെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ബിസ്ക്കറ്റിൻ്റെ ക്രീം നന്നായിട്ട് ബീറ്റ് ചെയ്ത് പാലും കൂടി ഒഴിച്ച് ഒരു ക്രീം പരുവത്തിലാക്കി എടുക്കണം. നമ്മുടെ സാധാരണ ക്രീം കേക്കിലൊക്കെ കാണുന്നത് പോലെ തന്നെ നല്ല ക്രീം പരുവത്തിലായിട്ട് വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ ക്രീം നല്ല പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പാത്രത്തിൻ്റെ ഷേപ്പിലാണ് നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. ആ ഷേപ്പിന് വേണ്ടി എടുത്ത് വെച്ചേക്കുന്ന പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടൊന്ന് നമുക്കൊന്ന് പുരട്ടിയെടുക്കാം. അപ്പോൾ നമ്മൾ അതിലേക്ക് ഒരു ബട്ടർ പേപ്പർ വെക്കണം. അപ്പോൾ നമ്മൾ കേക്കിനായിട്ട് എടുത്തു വെച്ച മിക്സിലേക്ക് നമ്മൾ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇത് നമ്മുടെ ക്രീം നമ്മൾ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ഈ മിക്സ് ഇനി നമുക്ക് ഓവൻ ഇല്ലാത്തത് കൊണ്ട് നമ്മളൊരു ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ടാണ് നമ്മളിത് കുക്ക് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആ സ്റ്റെപ്പിലേക്ക് പോകാം. നമ്മളത് അടച്ചതിന് ശേഷം എന്തെങ്കിലും ഒരു വെയിറ്റും കൂടി വെക്കണം. നമുക്ക് തുറന്നു നോക്കാം. ഇത് റെഡി ആയിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു സ്റ്റിക്ക് കുത്തി നോക്കാം. അപ്പോൾ അതിൽ പറ്റുന്നില്ലെങ്കിൽ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, റെഡി ആയി. നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ഡയറി മിൽക്കിൻ്റെ ചോക്ലേറ്റ് ഒരു ബൗളിൽ എടുത്ത് വെക്കുക. എന്നിട്ട് ഇതിലേക്ക് അല്പാൽപ്പം ചൂടുവെള്ളം ഒഴിച്ച് ഇത് നന്നായിട്ടൊരു ക്രീം പരുവത്തിൽ ആക്കിയെടുക്കണം. കഴിഞ്ഞിട്ട് ഈ കേക്ക് നമുക്ക് 2ആയിട്ട് മുറിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ആ കേക്ക് 2ആയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി ആ നേരത്തെ തയ്യാറാക്കി വെച്ച ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. 2 എണ്ണത്തിലേക്കും ചെയ്ത് കൊടുക്കണം കേട്ടോ.
ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച വെള്ള ക്രീം സെൻറ്ററിലേക്ക് ഇട്ട് കൊടുത്തിട്ട് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഈ ലെയറിൻ്റെ പുറത്തേക്ക് നമ്മുടെ മുറിച്ച് വെച്ചേക്കിരുന്ന പീസ് എടുത്ത് വെച്ച് കൊടുക്കുക. അല്പം ഷുഗർ സിറപ്പും കൂടി ഒഴിച്ചു കൊടുക്കുക. ഇനി അടുത്തതായിട്ട് നമ്മൾ ഇനി ചോക്ലേറ്റ് ഡെക്കറേഷനാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനായി ഇങ്ങനൊരു പാത്രത്തിൻ്റെ നടുവിലേക്ക് ചെറിയൊരു ബൗൾ വെച്ചിട്ട് അതിൻ്റെ പുറത്തേക്കൊരു ചെറിയൊരു പാത്രം കൂടി വെച്ച് കൊടുക്കുക. കാരണം കേക്ക് മറിഞ്ഞു പോകാതിരിക്കാനായിട്ടാണ്. ഇനി ഇതിൻ്റെ പുറത്തേക്ക് കേക്ക് വെച്ച് കൊടുക്കുക. ഇനി ചോക്ലേറ്റ് പേസ്റ്റ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ടേസ്റ്റി ആയിട്ടുള്ള ഓറിയോ കൊണ്ടുള്ള ഒരു കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും നിങ്ങളിത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്